മലയാള സിനിമ അതുപോലെ വലിയ വലിയ ആർട്ടിസ്റ്റിനെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള സ്ഥലമാണ് മലയാള സിനിമ. അപ്പൊ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സിംഗിൾ റൂം എന്നുള്ളത് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. കാരവനില്ല, ഇരിക്കാൻ ചിലപ്പോൾ കസേര പോലും ഉണ്ടാവില്ല. എന്തായാലും കാരണം അതൊക്കെ മാറിപ്പോയി, സൗകര്യങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങിയത്. പഴയ കാലത്ത് ഞാൻ കട്ടൻ കാപ്പിയും വീഡിയോ വെച്ചെന്നും ഇന്നത് വലിക്കുന്നു. ഇത്രയും അധികം ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്ത് അന്നും നാടകത്തിൻ്റെ അകത്ത് കുറച്ചും കൂടെ വേറിട്ട് നിന്ന് ചില സമയത്തൊക്കെ വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്. എന്താ പറയുക, നമ്മൾ പഠിക്കുന്ന ഒരു പാഠപുസ്തകമാണ്. എൻ്റെ രീതി വിട്ടിട്ട് നിങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ കാലത്ത് അല്ലാത്തൊരു കാലത്ത് കാണിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിനയാവും. അപ്പം ജീവിതത്തിൽ അഭിനയം നമുക്ക് പറ്റുന്നത് പാടില്ല ജീവിതത്തിൽ. മലയാളം സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതിന് ഒരു വ്യക്തിയുടെ പേര് പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ട് സാറിന് ആൻസർ ചെയ്യാം. ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇല്ല, ശ്രമിക്കലല്ല. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം വ്യക്തികൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ പറയാം, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ വേറെ ഒന്നുമില്ല, എനിക്കറിയാം നിങ്ങൾ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏകദേശം എനിക്കറിയാം. തുടക്കം പോലും ഇതുവരെയിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടനാരാന്ന് ചോദിക്കാം. ഒരുപാട് പേരുണ്ട്. ഞാൻ കുറേ നാളെ തുടങ്ങിയിട്ട് ഈ പുസ്തകം ഇതൊക്കെ പുതിയ ജനറേഷനിലൂടെയാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ സാറ് പറഞ്ഞ ആ ക്വസ്റ്റ്യൻ അല്ലേ. എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാം, എന്തായാലും ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നില്ലേ. മലയാള സിനിമയിലെ കൊമേഡിയൻ ആയിട്ട് തോന്നിയിട്ടുള്ള വ്യക്തി ആരാണ്? കൊമേഡിയൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, നല്ല ആർട്ടിസ്റ്റുകളുണ്ടായിട്ടും അവർ കോമഡി ചെയ്തിട്ടുണ്ടാവും, ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. കോമഡിയൻ എന്ന് മാത്രം പറഞ്ഞിട്ടും കോമഡി ചെയ്യുന്ന ആക്ടർ ആരായിരിക്കും? ഒരുപാട് പേരുണ്ട്. വന്നിട്ടുള്ള ഞാൻ തുടങ്ങുന്നത് തോപ്പിൽ അടൂർ ബാസി ചേട്ടൻ മുന്നിൽ തുടങ്ങിയതാണ്. അത് തുടങ്ങി കഴിഞ്ഞിട്ട് ഇതിലുണ്ടായിരുന്ന ഒരുപാട് പേര്, പപ്പേട്ടുണ്ടായിരുന്നു, മാളാരവിന്ദുണ്ടായിരുന്നു. മാളാരവിന്ദൻ പിന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഇപ്പോഴും ഉണ്ട് പുതിയ ആൾക്കാർ. അപ്പൊ ഇതൊക്കെ ഇവരുടെ ഇടയിൽ ഞാൻ ഒരാളുടെ പേര് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മലയാള സിനിമ അതുപോലെ വലിയ വലിയ ആർട്ടിസ്റ്റിനെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള സ്ഥലമാണ് ഈ മലയാള സിനിമ. അത് മാത്രമല്ല അവർ കോമഡി മാത്രമൊന്നുമല്ല ചെയ്തിട്ടില്ല, അസല് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. കോമഡിയൻ എന്ന് പറയുന്നത്, വില്ലൻ എന്ന് പറയുന്നത്, ഹീറോ എന്ന് പറയുന്നത് അതൊരു സംഗതി അല്ല. അതിന് ആക്ടർ അത്രേ ഉണ്ടായിരുന്നു. വേറെ അതിൻ്റെ അകത്ത് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അഭിഷേകാണ്. മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരു പിണക്കക്കാരനായിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ആക്ടർ ഉണ്ടോ? അല്ലെങ്കിൽ സഹപ്രവർത്തകർ ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പിണങ്ങുന്ന ആൾക്കാര്? പെട്ടെന്ന് പിണങ്ങുന്ന ആണുങ്ങൾ ആരുമില്ല. ഇല്ല, പെണ്ണുങ്ങളാണോ ഉള്ളത്? ആണുങ്ങളാരും ഇല്ല. നല്ല സൗഹൃദം ചിലപ്പോ സ്ത്രീകളുണ്ട്, അവര് ചിലപ്പോ നമ്മളോട് മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അധികം സമയമൊന്നുമില്ല, കുറച്ചു നേരം പഠിക്കും. നമ്മള് വല്ല കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും, കുസൃതിയാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കിട്ടുന്നത്. കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പിണങ്ങുന്ന ആളാണ് കേട്ടോ. ഞാൻ കുറച്ച് കുസൃതി ചോദ്യം പറഞ്ഞപ്പോ എനിക്ക് നല്ല കട്ട പഞ്ച് ഡയലോഗൊക്കെ തന്ന് എന്നെ ഒതുക്കി മുക്കിലിരുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഈ അങ്ങനെ ഞങ്ങളങ്ങനെ പിണങ്ങേണ്ട കാര്യം വരാറില്ലല്ലോ. കാരണം ഞങ്ങൾ എല്ലാവരും പന്നുള്ള കാലത്ത് ഞാൻ ഉണ്ടായിരുന്നു, മോഹൻലാലിൻ്റെ, മമ്മൂട്ടിയുണ്ട്, രതീഷുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ പോലെയല്ല കുറച്ചുകൂടി. കാരണം ആൾക്കാർ കുറവാണ്, ആർട്ടിസ്റ്റുകൾ കുറവാണ്. നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള പല ആൾക്കാരും, നാടകമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരും. അപ്പം ഞങ്ങളെവിടെയും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സിംഗിൾ റൂം എന്നുള്ളത് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. കാരവനില്ല, മനസ്സിലായോ? ഇരിക്കാൻ ചിലപ്പോൾ കസേര പോലും ഉണ്ടാവില്ല. നാളെ ഇരിക്കാൻ ആളെ അയച്ചു തന്നു ഒരു ഫോട്ടോ, ഒരു എവിടെയോ ഒരു സ്ഥലത്ത് ഷർട്ടൊന്നും ഇല്ലാണ്ട് നിലത്ത് കിടന്ന് ഉറങ്ങണത്. അത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് സമയത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ അതില്ല. അതില്ല, എല്ലാ സൗകര്യം കൊടുക്കണം എന്നാണ് ഇപ്പൊ പറയുന്നത്. പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കാരണം അതൊക്കെ മാറിപ്പോയി, സൗകര്യങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങിയല്ലോ. അതിപ്പം പഴയ കാലത്ത് ഞാൻ കട്ടൻ കാപ്പിയും വീഡിയോ വലിച്ചെന്ന് പറഞ്ഞിട്ട് ഇന്നും അത് വലിക്കുന്നു.
മനസ്സിലായോ? തീർച്ചയായും. അപ്പം അതനുസരിച്ച് കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ആൻസറും ഇല്ല അതിനകത്ത്. അല്ല, ഇവിടെ നിന്നും ഒരു ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സർ. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. ഓ ഇപ്പോ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് നായകന്മാരെ കുറിച്ചിട്ട് ഇപ്പൊ സാറ് പറഞ്ഞിരുന്നു. അപ്പോ ഏതെങ്കിലും ഒരു ഐശ്വര്യ നായികയെ കുറിച്ചിട്ട് പറയാമോ? ഈ നായിക ഐശ്വര്യയെക്കുറിച്ച് പറയണം. ഐശ്വര്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു നായിക, ഉം. ഈ കുട്ടി കൊള്ളാം, അല്ലെങ്കിൽ അവളുടെ അഭിനയം കൊള്ളാം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു നായികയെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ആരെ കുറിച്ച് പറയും? ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കണ്ട സിനിമയിലത്തെ പറഞ്ഞാൽ മതിയോ? കാരണം അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം എല്ലാവരും എൻ്റെ കൂടെ കൂടെ അഭിനയിച്ചു. കൂടെ അഭിനയിച്ച മാത്രമല്ല, ക്വാളിറ്റി ഇല്ലാത്തൊരു ആർട്ടിസ്റ്റ് ഫീൽഡിൽ നിൽക്കൂലല്ലോ, ഇല്ല. പോയിണ്ടാവില്ലേ? കുട്ടിയായിരുന്നപ്പോൾ കണ്ടതില് ആ മിസ് കുമാരി, നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അറിയില്ല. മിസ് കുമാരി, ഓക്കെ. മിസ് കുമാരി എന്ന് പറഞ്ഞാൽ നീലക്കുയിലൊക്കെ അഭിനയിച്ചതാണ്. ഓക്കെ. ഓഹോ. സത്യമാഷ കൂടെ. സത്യമാഷിന്റെ കാര്യങ്ങൾ ഇപ്പോൾ എന്ത് ചോദ്യം പറയുമ്പോഴും സത്യമാഷിന്റെ കുറിച്ചിട്ട് ഒരുപാട് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ മൂപ്പരെ കണ്ടിട്ടില്ല. ഓക്കെ. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എൻ്റെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ ഇത്രയും അധികം ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്ത് അന്നും നാടകത്തിൻ്റെ അകത്ത് നിന്ന് കുറച്ചും കൂടെ വേറിട്ട് നിന്ന് ചില സമയത്തൊക്കെ വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരുപാട് ആരാധന മനുഷ്യൻ. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരുപാട് ആരാധന മനുഷ്യൻ്റെ അടുത്ത് ഞാൻ കാണാത്ത ഒരാളെ കുറിച്ചാണ്. അങ്ങോട്ട് മരിച്ചുപോയി ഞാൻ കരഞ്ഞു വീണതാണ്. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. പക്ഷെ ഒരു ഇപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. വലിയൊരു ആർട്ടിസ്റ്റ് നസീർ സാറും അതെ. നസീർ സാർ പക്ഷേ ആ രീതിയിലല്ല എന്ന് തോന്നുന്നു. നസീർ സാർ ഒരു എന്താ പറയുക, നമ്മൾ പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് നസീർ സാറിനെ കുറിച്ചിട്ട്. അങ്ങനത്തെ ഒരു അതുപോലത്തെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. സത്യഭാഷയെ കുറിച്ച് ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം സത്യഭാഷ ഞാൻ കണ്ടിട്ടില്ല. നസീർ സാറിനോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് പല തവണയും ഇടപഴകിയിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് അദ്ദേഹത്തിന് നമ്മൾ പഠിക്കണം എന്നൊരു പാഠപുസ്തകമാണ് ചെയ്യുന്നത്. മലയാള സിനിമയിലെ അഹങ്കാരികളുണ്ടോ? അഹങ്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും? അഹങ്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള കഴിവ് അതിനേക്കാൾ കൂടുതലുണ്ട് എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ പറയുമ്പോൾ എന്തവൻ്റെ അഹങ്കാരം എന്ന് പറയാം അല്ലേ? അത് അത്തരത്തിലുള്ള ഒരു രീതി ഒരു ആർട്ടിസ്റ്റിനെ പൊക്കിക്കൊണ്ട് വരുന്നത് ആർട്ടിസ്റ്റ് അല്ലാതെ കാണുന്ന ആൾക്കാരുണ്ടേ. അവരെ കാണുമ്പോൾ 10 ആൾ കൂടുക. അത് കാണുമ്പോൾ അഹങ്കാരം എന്നുള്ള വാക്കായിട്ട് പറയാൻ പറ്റില്ല. ഈ വല്ലാത്ത വലിയ അഹങ്കാരം എന്നുള്ള ആൾക്കാരൊന്നും മലയാളത്തെ സിനിമയിൽ നിലനിൽക്കില്ല. ചാൻസ് കിട്ടി അപ്പ ഔട്ടാവും. അപ്പം നിലനിൽക്കുന്ന ആൾക്കാരും നിലനിന്നിട്ടുള്ള ആൾക്കാരും മുഴുവൻ അവർ ആ ലെവലിൽ നിന്ന് വിട്ടുപോകാത്ത ആൾക്കാർ. പിന്നെ എല്ലാ സമയത്തും നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ വഴിയിൽ വെച്ച് കാണുമ്പോൾ ഇയാൾ എന്താ മിണ്ടാണ്ടപ്പാണ്, ഇയാൾ ചിരിക്കുന്നുണ്ട്, ഞങ്ങൾ കാശ് കൊടുത്ത വിട്ടാൽ ഇയാൾക്ക് ജീവിക്കണേ തോന്നും ചിലപ്പോൾ. അപ്പോൾ ഒരു അഹങ്കാരം കൊണ്ട് തോന്നും. അല്ല, ചില ക്യാരക്ടേഴ്സും ചില ആൾക്കാർക്ക്. എൻ്റെ ക്യാരക്ടർ ആവില്ല വേറൊരാൾക്ക്. ഞാൻ ചിലപ്പോൾ എല്ലാവരും അടുത്തും മുഖത്ത് നോക്കി ചിരിച്ചു പോകുന്ന ആളാണ്. അത് എൻ്റെ ഒരു രീതിയാണ്. വേറൊരാൾ മുഖം കുറിപ്പിച്ച് പോകുന്ന ആളുണ്ടോ, അത് അയാളുടെ രീതിയാണ്. ഞാൻ അഹങ്കാരം ഒന്നും വിളിക്കാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും അഭിനയിക്കാൻ പറ്റില്ല. എൻ്റെ രീതി വിട്ടിട്ട് നിങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ക്യാരക്ടർ അല്ലാത്തൊരു ക്യാരക്ടർ കാണിക്കാൻ നോക്കി കഴിഞ്ഞാൽ അഭിനയാവും. അപ്പം ജീവിതത്തിൽ അഭിനയം നമുക്ക് പറ്റുന്നത് അങ്ങനെയല്ല, പാടില്ല ജീവിതത്തിൽ അഭിനയം. അങ്ങനെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാവാൻ ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ അഭിനയിക്കുന്ന ആൾക്കാർ മറ്റുള്ള ആൾക്കാർ വരുന്ന സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി പൊളൈറ്റൊക്കെ ആവും ചിലപ്പോൾ. അത് ആ സന്ദർഭം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതല്ല. അങ്ങനെ അല്ലാതെ ഇല്ലാത്തൊരു സ്വഭാവം മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല. അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ അതായിരുന്നു, ജീവിതവും അല്ലെങ്കിൽ അഭിനയവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ രണ്ടും ഒന്നാണോ? രണ്ടും ഒന്നല്ല. ഡിഫറെൻ്റ് ആണ്. ഞാൻ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണോ അതല്ല എൻ്റെ സിനിമയിൽ ഞാൻ പറ്റും. നിങ്ങൾ തന്നെ ഇപ്പം എന്നെ പല ആൾക്കാരും കാണുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. മുമ്പ് കണ്ടിരുന്ന കൂടെ പരമവില്ലനായിട്ടാണ്. ജീവിതത്തിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാരെ തല്ലിക്കൊണ്ടുണ്ടാവും. അത്ര കുറേ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീവിതവും ഇതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ജീവിത അനുഭവങ്ങൾ ഒരു ആർട്ടിസ്റ്റിന് ആവശ്യമാണ് ഒരുപാട്. കാരണം
നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ മുഴുവൻ എടുക്കുന്നതും നമ്മുടെ മനസ്സിലെടുക്കുന്നതും മുഴുവൻ മിക്കവാറും നമ്മുടെ സൊസൈറ്റിയിൽ ജീവിച്ചിരിക്കുന്ന മറ്റു പല ആൾക്കാരുണ്ട്. അതൊക്കെ ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രാന്തൻ്റെ ക്യാരക്ടർ ഞാൻ അഭിനയിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാന്തൻ എങ്ങനെയാവണമെന്നും കണ്ടിട്ടുണ്ടാവും ഞാൻ ചിലപ്പോൾ. അതന്നെ ഞാൻ ചെയ്തോളണമെന്നില്ല, പക്ഷെ എന്താണ് അതെന്ന് കണ്ടിട്ട് മനസ്സിലായോ? അതുമാതിരി ഇപ്പം സ്ത്രൈണഭാവത്തിൽ അഭിനയിച്ചിട്ടുള്ള നടന്മാരുണ്ടല്ലോ അവർ. അപ്പം അവരെങ്ങനെയാണ് ചെയ്യണത്, സ്ത്രീകൾ എങ്ങനെയാണെന്ന് അവർ നടപ്പ് മറ്റൊക്കെ നോക്കിക്കണ്ടിട്ടായിരിക്കും. അപ്പം മിക്കവാറും ഇത് മുഴുവൻ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് കോപ്പി ചെയ്യണത് തന്നെയാണ്. അത് വരുമ്പോൾ ആ ക്യാരക്ടർ മനസ്സിൽ വരുന്ന സമയത്ത് ആ ക്യാരക്ടറിനെ കുറിച്ചൊരു രൂപം നമ്മുടെ മനസ്സിൽ വരും. പ്രത്യേകിച്ച് ആ രൂപം വരിക മാത്രമല്ല മേക്കപ്പ് ചെയ്യുക, ചെറിയ മേക്കപ്പ് ആണെങ്കിൽ മേക്കപ്പ് ചെയ്യുക, അതിൻ്റെ ഡ്രസ്സൊക്കെ ഇടുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡയലോഗ് കിട്ടുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഒരുക്കങ്ങളൊന്നുമില്ല, ജസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ വളരെയധികം ഒരുക്കങ്ങളോട് കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റാറില്ല. ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല.